ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫെയിലിയർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് എങ്ങനെ കണ്ടെത്താം. അത് നമ്മളൊരു എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കതെങ്ങനെ മനസ്സിലാക്കാം. ആ ഒരു എൻട്രി ശരിയായിട്ടുള്ള എൻട്രി ആണോ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണോ, അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് നമ്മളെങ്ങനെ ചാർട്ടിൽ സെറ്റ് ചെയ്യാം. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫെയിലിയർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതാദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അത് അവിടെ ഫെയിലിയർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ അതോ കൺഫേം ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. കാരണം മാർക്കറ്റ് ഇവിടെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് എന്താണെന്നും കൂടെ നമ്മൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് മനസ്സിലായ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. മാർക്കറ്റ് താഴെ നിന്ന് മുകളിലോട്ട് കയറാൻ നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതിൻ്റെ ഓവറോൾ ട്രെൻഡ് എന്താണ് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചാർട്ടിനെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ട്രെൻഡ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, മാർക്കറ്റ് താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ഒരു ട്രെൻഡിൽ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണെങ്കിൽ, ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണെങ്കിൽ, മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ റെസിസ്റ്റൻസുകളെ റെസ്പെക്റ്റ് ചെയ്യുകയും താഴത്തെ സപ്പോർട്ടുകളെ ബ്രേക്ക് ചെയ്ത് വീണ്ടും വീണ്ടും താഴത്തേക്ക് പോകാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള ബ്രേക്ക് ഔട്ടാണോ നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ എന്താ ചെയ്യുക? ഒരുവിധം ആൾക്കാരൊക്കെ ഇത് മനസ്സിലാക്കാത്ത, ശരിയായിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അത് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്, മുകളിലേക്കാണ് മാർക്കറ്റിന് പോകാൻ പോകുന്നത് എന്ന് വെച്ചിട്ട് അവരവിടെ നിന്ന് മുകളിലേക്കുള്ള എൻട്രി എടുക്കും. പക്ഷേ നമ്മളിവിടെ ആദ്യം തന്നെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ് എന്നുള്ളതാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ആ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മുകളിലോട്ട് തന്നെ പോകുമോ എന്ന് നമുക്ക് കൺഫേം എടുക്കണമെങ്കിൽ ആദ്യം ട്രെൻഡ് നോക്കുക. ഇവിടെ ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റിൻ്റെ നിലവിലെ കണ്ടീഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ വരേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഡൗൺ ട്രെൻഡിലുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ കൂടുതലും റെസിസ്റ്റൻസുകളെ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പോയിൻ്റ് ആയിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു ലെവലിനെ ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഏരിയ, അതേ കണക്ക് ഈ ഒരു ഏരിയ, ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ട് മുകളിലോട്ട് പോയൊരു ഏരിയയാണ് ആ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റി നല്ല ഒരു സപ്പോർട്ട് എടുത്തിട്ട് പോയ ഏരിയയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പം ഡൗൺ ആണ്, ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴത്ത് നിൽക്കുകയാണ്. അപ്പം മുകളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ഏരിയ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു,
ആ ഒരു ക്യാൻഡിൽ അതിൻ്റെ മുകളിലേക്ക് കയറി. ഓക്കെ, അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ക്യാൻഡിൽ കയറി. ഇവിടുന്ന് ആ ഒരു ക്യാൻഡിൽ അതിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണോ അതോ ബീറിഷ് ക്യാൻഡിലായിട്ട് താഴത്തേക്ക് തന്നെ വരികയാണോ ചെയ്യുന്നത് എന്നതിന് വേണ്ടി ആദ്യം തന്നെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് ബ്രേക്കൗട്ടായി സ്ട്രോങ് ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ, ഓക്കെ, അവിടെ നമുക്കൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കിട്ടുകയാണ് എങ്കിൽ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം? ഇവിടെ ബയ്യർ സ്ട്രോങ് ആയി ആ ഒരു ടൈമിൽ, ആ ഒരു ദിവസം, ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമാണ്, ആ ഒരു സമയത്ത് ബയ്യർ അവിടെ സ്ട്രോങ് ആയി എന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്കിവിടെ സ്വാഭാവികമായിട്ടും എന്തും കൂടെ കിട്ടും, ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടും കൂടെ ആയിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ താഴത്തൊരു സ്റ്റോപ്പ് ലോസും നമുക്ക് കിട്ടും. അതൊരു സപ്പോർട്ട് ആയതുകൊണ്ട് ആ ക്യാൻഡിലിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസും വെക്കാം. അപ്പം ഇങ്ങനത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ, ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു മാർക്കറ്റാണ്, മാർക്കറ്റ് റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ബ്രേക്കൗട്ട് കിട്ടി നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു സ്ട്രോങ് ക്യാൻഡിലാണോ അല്ലയോ എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്തതിന് ശേഷമേ മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കാവൂ. ഇവിടെ എന്ത് സംഭവിച്ചു? ആ ഒരു ക്യാൻഡിൽ ബ്രേക്കൗട്ടായി നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലാണ് വന്നത്. ഓക്കെ, ഈ ഡോജി ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇൻഡിസിഷനാണ്. ഓക്കെ, അപ്പോൾ ക്യാൻഡിലുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയത്തില്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്യാൻഡിലുകളുടെ ഫുള്ള് വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ക്യാൻഡിലുകൾ സപ്പോർട്ട് ഏരിയയിലും റെസിസ്റ്റൻസ് ഏരിയയിലും, അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ഏത് രീതിയിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കാമെന്ന് നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിൽ വന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? അടുത്ത ക്യാൻഡിൽ, ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു റെഡ് ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, താഴത്തേക്ക് വന്നു. അതുകൂടാതെ ഈ ഒരു അവസാനത്തെ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിനെ എൻഗൾഫ് ചെയ്തു. ഓക്കെ, അവസാനത്തെ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ എൻഗൾഫും കൂടെ ചെയ്തപ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബയ്യറിനെക്കാട്ടിയും സ്ട്രെങ്ത് കൂടുതൽ സെല്ലർക്കാണ്. ഓക്കെ, അതിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ താഴത്തെ ഓൾറെഡി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്. റെസിസ്റ്റൻസുകളെ ഡൗൺ ട്രെൻഡിലുള്ള മാർക്കറ്റാണെങ്കിൽ മുകളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ റെസിസ്റ്റൻസുകളെ റെസ്പെക്റ്റ് ചെയ്യുകയും സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ റെസിസ്റ്റൻസിലേക്ക് പോയി ഒരു ഫാൾസ് ആയിട്ടുള്ള ബ്രേക്കൗട്ടായി തിരിച്ച് താഴത്തേക്ക് സ്ട്രെങ്ത് കാണിച്ചു. അപ്പോൾ ഈ ഫാൾസ് ബ്രേക്കൗട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, എടുത്ത് ചാടി കയറി എൻട്രി എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് കൺഫേം എടുക്കുക. മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടണം. എങ്കിലേ നമുക്ക് അവിടെ ഒരു സപ്പോർട്ടും ക്രിയേറ്റ് ആവുന്നുള്ളൂ, ഒരു സ്റ്റോപ്പ് ലോസും കിട്ടുന്നുള്ളൂ, ചെറിയ സ്റ്റോപ്പ് ലോസും. ഓക്കെ, ഇനി ഈ ചാർട്ടിൽ തന്നെ നമുക്ക് വേറെ ഒരു ഏരിയയും കൂടെ നോക്കാം. ഇവിടെയും കണ്ടില്ലേ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നമുക്കറിയാം. മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല റെസിസ്റ്റൻസുകളുണ്ട്. ഇതൊരു ബിഗ് റെഡ് ക്യാൻഡിലാണ്, നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെയും എന്ത് സംഭവിച്ചു? ഇവിടെയും നമുക്കൊരു ബ്രേക്കൗട്ട് കാണിച്ചു. അതിന് ശേഷം വന്ന ക്യാൻഡിലൊന്ന് നോക്കേ, തൊട്ടപ്പുറത്തുള്ള ആ ഒരു റെഡ് ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, മുകളിലോട്ടുള്ള ബുള്ളിഷ് വ്യൂ നമുക്കില്ല ആ ഒരു ക്യാൻഡിൽ, അതൊരു റിജക്ഷൻ ക്യാൻഡിലാണ്. ഓക്കെ, റിജക്ഷൻ ക്യാൻഡിൽ മീൻ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ അങ്ങനെ ഒരു ടീ മോഡൽ, ഹാമർ മോഡൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഹാങ്ങിങ് മാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടി. നെക്സ്റ്റ് ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ അല്ല. അതിനുശേഷം വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് പോയി എങ്കിലും അതും വീണ്ടും തിരിച്ച് റിജക്ഷൻ ക്യാൻഡിലായി, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ആയി, പിന്നീട് ഒരു ഡോജി ക്യാൻഡിലായി, പിന്നീട് വീണ്ടും ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നതും ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ തന്നെയാണ്, അതായത് ഹാമർ ക്യാൻഡിൽ തലതിരിഞ്ഞ് വരുന്നത്.
അതിനുശേഷം വന്ന ഈ ഒരു റെഡ് ക്യാൻഡിൽ നോക്കേ, മുകളിലോട്ട് കയറാൻ നോക്കുമ്പോൾ സ്ട്രെങ്ത് ഇല്ല, താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോമായി. അപ്പം നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം? ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണ്. മുകളിലോട്ട് ഇവിടുന്ന് ബ്രേക്കൗട്ട് നൽകിയെങ്കിലും മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്ന ഒരു ക്യാൻഡിലിന് പോലും ഒരു സ്ട്രെങ്ത് കാണുന്നില്ല. അതിനുശേഷം വന്നൊരു റെഡ് ക്യാൻഡിൽ, താഴത്തേക്ക് ഇറങ്ങിയ റെഡ് ക്യാൻഡിലിന് നല്ല സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള പോസിബിലിറ്റിയാണുള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഓക്കെ, ഇത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലാണ് എടുത്തത്. ഇനി നമുക്കൊരു ചെറിയ ടൈം ഫ്രെയിമിൽ ഇതിനകത്ത് തന്നെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇൻട്രാഡേക്ക് വേണ്ടി നമുക്ക് 15 മിനിറ്റിലൊന്ന് നോക്കാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച്, ഈ ഒരു ഏരിയ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ നമുക്ക് ബ്രേക്കൗട്ട് കിട്ടി. പക്ഷേ ബ്രേക്കൗട്ട് ആയെങ്കിലും തിരിച്ച് താഴത്തേക്ക് തന്നെ വന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ബ്രേക്കൗട്ടായ ക്യാൻഡിൽ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലാണോ, അതുപോലെ നിലവിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഏത് ഏരിയയിലേക്കാണ് സ്ട്രെങ്ത് കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നോക്കുക. ഓക്കെ, അപ്പം നമ്മളൊന്ന് ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പണായി താഴത്തേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ട്. മുകളിലേക്ക് വന്നാൽ ഈ ഒരു ഏരിയയും റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ഹയർ ടൈം ഫ്രെയിമിൽ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നും ബ്രേക്കൗട്ട് ആയ ഉടനെ നമ്മൾ ചാടിക്കയറി എൻട്രി എടുക്കാതിരിക്കുക. ആ ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് അവിടെ നോക്കുക, ഏത് രീതിയിലുള്ള ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിലാണ് എങ്കിലും അതൊരു കൂടുതലും ബുള്ളിഷ് സൈഡിലോട്ട് തന്നെയാണ് ആ ക്യാൻഡിൽ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെസിസ്റ്റൻസിന് മുകളിലാണ്. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടിയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ക്യാൻഡിൽ ബ്രേക്കൗട്ടായി എന്ന് വെച്ചിട്ട് ചാടി കയറാതെ നെക്സ്റ്റ് ക്യാൻഡിലൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിലാണ് വന്നത്. ഈ ഒരു താഴത്തെ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ വീണ്ടും രണ്ടാമതൊരു റെഡ് ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്ത് എൻഗൾഫ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായി, മാർക്കറ്റ് താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, മുകളിലേക്കുള്ളതുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ ഈ ക്യാൻഡിലുകൾക്കൊന്നും വലിയ സ്ട്രെങ്ത് കാണുന്നില്ല, കൂടുതലും സ്ട്രെങ്ത് ഇല്ലാത്ത ക്യാൻഡിലുകളാണ്. പക്ഷേ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ക്യാൻഡിലുകളുടെ സ്ട്രെങ്ത് ഒന്ന് നോക്കുക, നല്ല സ്ട്രെങ്ത് താഴത്തേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു റെസിസ്റ്റൻസും ക്രിയേറ്റ് ആയി, അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസും ഇടാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഏരിയയിൽ ബ്രേക്കൗട്ട് ഉണ്ടാകുകയാണ് എങ്കിൽ അത് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലാണോ, അത് നമുക്കവിടെ വോളിയം കൂടെ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ആ ബ്രേക്കൗട്ടായ ക്യാൻഡിലിൽ നല്ല വോളിയം കാണിക്കുന്നുണ്ടോ, നേരത്തെ നടന്ന വോളിയത്തിനെക്കാട്ടിയും കൂടുതൽ വോളിയം കാണിക്കുന്നുണ്ടോ, അത് ചെക്ക് ചെയ്യാം. ആ ക്യാൻഡിലിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടോ. മെയിനായിട്ടും ഒരു ഏരിയയിൽ പോയിട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇപ്പം സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിലുകളൊക്കെ വരാം, സ്പിന്നിങ് ടോപ്പ് വരാം, ഹാങ്ങിങ് മാൻ വരാം, അല്ലെങ്കിൽ ഡോജി ക്യാൻഡിലുകൾ വരാം. ഇപ്പോൾ അവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് മോഡൽ ക്യാൻഡിലൊക്കെയാണ് വരുന്നത് എങ്കിൽ അതൊരു ഇൻഡിസിഷനാണ്. കാരണം മുകളിലേക്കാണോ ഇനി അടുത്തത് താഴത്തേക്കാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു ഇൻഡിസിഷനാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഒരു ഇൻഡിസിഷനാണെന്ന് വെച്ചോ, ഇത് ഗ്രീൻ ക്യാൻഡിലായാലും ശരി റെഡ് ക്യാൻഡിലായാലും ശരി, ബയ്യർ സെല്ലർ ഒരേ രീതിയിൽ അവിടെ ഉള്ളത് മൂവ് നടത്തിയത് കൊണ്ടാണ് ആ ഒരു ക്യാൻഡിൽ ബോഡിയും വെക്കും എല്ലാം ഏകദേശം ഒരേ രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇൻഡിസിഷനാണ്, മുകളിലേക്കാണോ താഴത്തേക്കാണോ പോകുന്നതെന്നുള്ളത് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ കൺഫേം ആയാലേ നമുക്ക് അറിയാൻ പറ്റൂ. സ്ട്രെങ്ത് നമുക്ക് എങ്ങോട്ടാണ് കാണിക്കുന്നത്, അതുപോലെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഏത് ദിശയിലേക്കാണ്, താഴത്തേക്കാണോ മുകളിലേക്കാണോ. അപ്പോൾ ആ രീതിയിലേക്ക് ട്രെൻഡിനൊപ്പം നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. ഒരു ഏരിയയിൽ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് നോക്കുക. ഇപ്പം മുകളിലോട്ട് കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണോ, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ താഴത്തേക്കാണോ മുകളിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ബ്രേക്കൗട്ട് ആകുന്ന ക്യാൻഡിലിന് നല്ല സ്ട്രെങ്ത് ഉണ്ടോ, വോളിയം ഉണ്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നത് താഴത്തേക്കാണോ വീണ്ടും സ്ട്രെങ്ത് കാണിക്കുന്നത്.
അപ്പം താഴത്തേക്കാണ് എങ്കിൽ നമുക്ക് താഴത്തേക്ക് ട്രേഡ് എടുക്കാം. മുകളിലേക്ക് ബ്രേക്കൗട്ട് ആണ് എങ്കിൽ, ഇപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് ബ്രേക്കൗട്ട് ആയി എങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, കൺഫേം എടുക്കുക. അടുത്ത ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണോ എങ്കിലേ നമുക്ക് ആ ഒരു താഴെ ഒരു സപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ആവുന്നുള്ളൂ. നമ്മളൊരു എൻട്രി എടുക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മുകളിലോട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുമ്പോൾ താഴത്തൊരു സപ്പോർട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ക്യാൻഡിലുണ്ടോ എങ്കിലേ നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ എടുക്കാൻ പറ്റും. മാർക്കറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നാലും വീണ്ടും ആ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് വരാം. അതിന് താഴത്തായിരിക്കുന്നതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ലോസും വേണം, അവിടെ ഒരു സപ്പോർട്ടും ക്രിയേറ്റ് ആയിരിക്കണം. അപ്പോൾ സപ്പോർട്ട് ക്രിയേറ്റ് ആവണമെങ്കിൽ അവിടെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലും കിട്ടണം. അപ്പം ഇതുപോലുള്ള റിജക്ഷൻ ക്യാൻഡിലുകളൊക്കെയാണ് ഒരു ബ്രേക്കൗട്ടിൽ വരുന്നത് എങ്കിൽ വെയിറ്റ് ചെയ്യുക, ചാടി കയറി എൻട്രി എടുക്കാതെ. ഇനിയിപ്പോൾ അതല്ല, ഒരു സ്ട്രോങ് ക്യാൻഡിലാണ്, നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ എങ്കിൽ ട്രേഡ് എടുക്കുന്നതിന് വിഷയമൊന്നുമില്ല. കാരണം നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് അല്ല വരുന്നുള്ളൂ. താഴത്തേക്ക് വരികയാണെങ്കിൽ അടുത്തൊരു താഴത്തേക്കുള്ള ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ വന്ന ലോസും കാര്യങ്ങളൊക്കെ മാറാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ഒരു ബ്രേക്കൗട്ട് ആവുന്ന ഏരിയയിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലോ എന്തെങ്കിലുമൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ക്യാൻഡിൽ ഇനിയിപ്പം ബുള്ളിഷ് ആണെങ്കിലും മുകളിൽ നിന്നും താഴത്തേക്ക് ഒരു വെക്ക് അടിച്ചൊരു റിജക്ഷൻ കാണിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് എങ്ങനെ കീപ്പ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ശരിയായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അവസാനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ ഇതാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ടുള്ള സ്ട്രെങ്ത് കാണിക്കുന്നു. ആ ഒരു ഏരിയനെ എൻഗൾഫ് ചെയ്തൊരു സ്ട്രോങ് ക്യാൻഡിൽ അവിടെ ക്രിയേറ്റ് ആയി. ഇതിപ്പോൾ നമ്മൾ 15 മിനിറ്റിൽ ഇൻട്രാഡേക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇൻട്രാഡേക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചെറിയ റിസ്കിലുള്ള ട്രേഡ് എടുക്കാൻ ശ്രമിക്കാവൂ, വലിയ റിസ്കിലുള്ള ട്രേഡ് എടുക്കാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് ബ്രേക്കൗട്ടായി എന്നൊരു സപ്പോർട്ട് എടുത്തിട്ടാണല്ലോ മാർക്കറ്റ് മുകളിലോട്ട് കയറിയത്. ഓക്കെ, ആദ്യം അതൊന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുള്ളത്. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയ ഏരിയ ആണ്. അതുപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയ ഏരിയ ആണ്. അപ്പോൾ അത് നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്. അപ്പോൾ അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രാഡേക്ക് വേണ്ടി ആ ഒരു എൻട്രി എടുക്കുമ്പോൾ ആ സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് അവസാനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്കായി. അപ്പോൾ നമുക്കിവിടെ എന്തായി? ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ബ്രേക്കായത്. നമുക്കിതിനെ ഒരു സോൺ ആക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു അവസാനത്തെ സെല്ലിംഗ് പ്രഷറിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലിനെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്ത് അവിടെ കയറി. ഈ ഒരു ക്യാൻഡിൽ ഇതിനെ എൻഗൾഫ് ചെയ്ത് അവിടെ കയറി. ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലുമാണ്. ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണെന്ന് മനസ്സിലായി. ഇതൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെയുള്ള അവസാനത്തെ റെഡ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്ത് കയറി. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നേരത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആക്ട് ചെയ്യുന്ന ഏരിയ ആയിരുന്നു ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബ്രേക്കൗട്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് താഴത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ വരെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിലൂടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറി. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്ത് തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. എന്നിട്ട് മുകളിലോട്ടുള്ള ട്രേഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസുകളെ ടാർഗറ്റ് വെക്കുകയോ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ റൈഡ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് ആ ഒരു എൻട്രി എടുക്കാനായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു എൻട്രി എടുക്കുന്നത് എപ്പോഴും ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് അടുത്ത് നിന്നോ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് അടുത്ത് നിന്നോ ആയിരിക്കണം. ഓക്കെ, ഇനി വേറൊരു ഏരിയയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ,
ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ബ്രേക്കൗട്ടായി, ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്കൗട്ടായി. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് കണ്ടില്ലേ, ഇവിടെ നിന്ന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലുകളുടെ സ്ട്രെങ്ത് കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ വീണ്ടും ഇവിടെ ആ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു നേരത്തെ. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലുകൾക്ക് നല്ല സ്ട്രെങ്തും ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കയറിപ്പോയത്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിലിന് താഴത്ത് എന്ത് ചെയ്യാം, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കവിടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാം. കാരണം ഇനി മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ വരെ സപ്പോർട്ടായിട്ട് എടുക്കാം. അതിന് താഴത്തേക്ക് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറുക. താഴത്തേക്കുള്ള ട്രേഡായിരിക്കണം പിന്നീട് നോക്കേണ്ടത്. നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയ ഒന്ന് നോക്കാം. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. എന്ന് പറയുന്നത് ഒന്ന് സൈഡ് വൈസ് ആയിട്ട് നിന്ന ഏരിയ, അത് കൂടാതെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എം പാറ്റേൺ അതിനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് കൂടെ നോക്കുക. സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇതൊരു എം പാറ്റേൺ ആണ്, ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, സൈഡ് വൈസ് റേഞ്ചാണ്, മാർക്കറ്റ് താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ബ്രേക്കൗട്ടായ ക്യാൻഡിലിന് നല്ല സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഒരു സപ്പോർട്ടായിരുന്നു. ഇവിടുന്ന് മാർക്കറ്റിന് തിരിച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ട് താഴത്തേക്കുള്ള ട്രേഡ് നമുക്ക് എടുക്കാം. ഓക്കെ, എപ്പോഴും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ആകുന്നോ എന്നും നോക്കുക, നിലവിലെ ട്രെൻഡും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു എങ്കിലും നിങ്ങൾ പോയിട്ട് ഇതുപോലെ ബാക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഓക്കെ, എവിടെയൊക്കെയാണ് ഫെയിലായിട്ടുള്ള ബ്രേക്കൗട്ടുകൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, ഇൻട്രാഡേയിലും കാണിച്ചു തന്നിട്ടില്ലേ, സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്നാണോ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടല്ല ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. നമുക്കവിടെ കൺഫർമേഷൻ കിട്ടണം. നിലവിലെ ട്രെൻഡ് എന്താണെന്ന് നോക്കണം, നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണോ റെസിസ്റ്റൻസ് ഏരിയ ആണോ എന്ന് നോക്കണം, ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് നോക്കണം, നമുക്കവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടുന്ന ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ ഇതുപോലെ നമ്മൾ ബാക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്നൊരു ഏരിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ പലതവണ ബാക്ക് ടെസ്റ്റ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ, ഇതൊരു ഫെയിലായിട്ടുള്ള ബ്രേക്കൗട്ടാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ പോയിട്ട് ബാക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഒരുപാട് വേണമെങ്കിൽ ഈ ചാർട്ടിലോ അല്ലെങ്കിൽ മറ്റു പല ചാർട്ടിലും കാണിച്ചു തരാൻ പറ്റും. വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.